ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു ഓണം മേക്ക് ഓവറിലോട്ട് പോയാലോ? അപ്പോൾ ഏത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു സ്കിൻ കെയർ നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സ്നെയിൽ മ്യൂസിനാണ്. അത് ഞാൻ നല്ലതായിട്ട് മസാജ് ചെയ്ത് സ്കിന്ന് ഫുള്ള് മസാജ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഫേസിന് നല്ലൊരു മോയ്സ്ചറൈസിങ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഫേസിൽ അത് നല്ല രീതിയിൽ സ്കിന്നിൽ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ മേക്കപ്പ് അത്രയും സുഖം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഏത് ക്രീമാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക ഫസ്റ്റ്. അതുപോലെ തന്നെ അടുത്തത് ഞാനൊരു സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിറം നല്ലതായിട്ട് ഇതേപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് സ്കിന്നിൽ വെക്കുന്നുണ്ട്. ഞാനിതെല്ലാം യൂസ് ചെയ്യുന്നതെല്ലാം കൊറിയൻ പ്രോഡക്ട്സ് ആണ്. എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ ഓക്കെ ആയിട്ട് തോന്നിയ പ്രോഡക്ട്സ് ആണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈമറാണ്. ഇത് നല്ലൊരു പ്രൈമർ, എന്താ പറയുക, ഒരു സിൽക്കി ഫിനിഷ് നമുക്ക് ഫേസിൽ നല്ലതായിട്ട് കിട്ടുമേ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫേസ് നല്ല സ്മൂത്ത് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് കളർ കറക്റ്ററാണ്. അപ്പോൾ ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട് ഞാൻ എൻ്റെ സ്കിന്നിൽ കുറേ മാർക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കറക്റ്റർ യൂസ് ചെയ്യുന്നത്, ഓറഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഫേസിലും അങ്ങനെ കളർ കറക്ഷൻ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഓറഞ്ച് കളറാണെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടുള്ള ബ്ലാക്ക് മാർക്സ്, എനിക്ക് ഒരുപാട് ഭയങ്കര ഡാർക്കായിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്പഞ്ച് ഞാൻ നല്ലതായിട്ട് വെള്ളം നനച്ച് നല്ല സ്ക്യൂസ് ചെയ്തെടുത്തിട്ടാണ് ഈ സ്പഞ്ച് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ആയിട്ട് നമ്മൾ ഒരിക്കലും സ്പഞ്ച് യൂസ് ചെയ്യാൻ പാടില്ലേ. അടുത്തത് നമ്മൾ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ഒരു കളർ എടുത്ത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള കളർ യൂസ് ചെയ്യുന്നത്. എനിക്കിത് കുറച്ചുകൂടെ ലൈറ്റാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിലും എനിക്ക് കുറച്ച് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് ഫിക്സ് ചെയ്യുകയാണ്. കാരണം ഫൗണ്ടേഷൻ നന്നായിട്ട് ഫിക്സ് ആയില്ല എങ്കിൽ നമ്മുടെ ഫുൾ മേക്കപ്പും കുളമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ നമ്മൾ തേച്ച് നല്ലതായിട്ട് പിടിപ്പിക്കണം. ഓക്കെ, അല്ല എങ്കിൽ സെറ്റ് ആവില്ല, മേക്കപ്പ് ഫുള്ളി ഫ്ലോപ്പായി പോവേ. ഇതിന് ശേഷം ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ഐബ്രോ വന്നിട്ട് ബ്രൗൺ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചീപ്പ് വെച്ചിട്ട് നല്ലതായിട്ട് ആ ഐബ്രോ ബ്രഷ് ചെയ്യുന്നുണ്ട്. ബ്രഷ് ചെയ്തതിന് ശേഷം എനിക്ക് ആക്ച്വലി നല്ലതായിട്ട് ഐബ്രോ നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ചായി ത്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഓക്കെയാണ്. ഞാനിത് വെച്ച് തന്നെ നല്ലതായിട്ട് ഷേപ്പ് ചെയ്തെടുത്തു. അടുത്തത് ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ ആണ്. ഏത് ഐ ഷാഡോ യൂസ് ചെയ്യണം, ഏത് പാലറ്റ് യൂസ് ചെയ്യണം എന്നൊരു ചെറിയ ഡൗട്ടിലാണ് ഞാനിരുന്നത്. അതുമാത്രമല്ല ആ ഡ്രസ്സിന് ഏത് സ്യൂട്ടാവും എന്നൊക്കെ. എനിക്ക് ഐ ഷാഡോ നോർമലി യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ അല്ലാതെ നോർമൽ യൂസിന് ഒരു ഗ്ലിറ്ററി ഐ ഷാഡോ ഒന്നും നമുക്കങ്ങനെ നോർമൽ ഐ ഷാഡോസൊക്കെ ഓക്കെ, ലൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ പോലും ഗ്ലിറ്ററി ഒന്നും അധികം നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു സെലിബ്രേഷൻ വരണം ഇതുപോലെ ഐ ഷാഡോ ഒക്കെ ഇടണമെങ്കിൽ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഐ ഷാഡോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ സ്കിന്നിനെക്കാട്ടി കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ഒരു ഷെയ്ഡാണ്. അതിന് എന്താ കളറിൻ്റെ പേര് അറിയില്ല. ഓക്കെ, എന്തായാലും ഒരു ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ണിനൊന്ന് ഹൈലൈറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തു. കൊള്ളാമെന്ന് വിചാരിക്കും. ഞാൻ ഒരു പരീക്ഷണം മാത്രമാണ് ഇതെല്ലാം. എന്നിട്ട് ഞാൻ ബ്രൗൺ മാത്രം കൊടുത്താൽ അത്രയും എടുപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ നോക്കിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേറൊരു ഷെയ്ഡും കൂടെ നമുക്ക് കൊടുക്കുക, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഷെയ്ഡും കൂടെ ഗ്ലിറ്ററി ആയിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തു. ഓറഞ്ച് ഷെയ്ഡ് അപ്പോൾ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് ഷെയ്ഡ് ഇത് ചെയ്തപ്പം നല്ല ഗ്ലിറ്റർ ഉള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് മിഡിൽ പോർഷനിലായിട്ട് കൊടുത്ത് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അടുത്ത ഞാൻ കാജൽ യൂസ് ചെയ്യുന്നതാണ്. അത് ഞാൻ മേളിൽ കാജൽ യൂസ് ചെയ്തു, വരച്ചു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ താഴെയും കൂടെ ആ സെയിം കാജൽ ഐലൈനർ അല്ല, അത് കാജൽ പെൻസിലാണ്
അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ താഴെയും എഴുതി കൊടുത്ത്. പിന്നെ ഒരുപാട് പേര് വാട്ടർ ലൈനൊക്കെ വരയ്ക്കുന്ന കാണാം, പക്ഷെ എനിക്കത് നല്ല രീതിയിൽ കണ്ണിൽ കൂടെ വെള്ളം വരും കേട്ടോ, അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. അടുത്തത് സ്ട്രോക്ക് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം നല്ല ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ചില ടൈം ഞാൻ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ടൈം മിക്സ് ചെയ്ത് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ നോസിൽ, ചീക്കിൽ, അതുപോലെ അങ്ങനെയുള്ള ചില നെറ്റിയിൽ അങ്ങനെയൊക്കെ കുറച്ചിടം മാത്രം ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കേണ്ട ഏരിയാസ്, നമുക്കിഷ്ടമുള്ള ഏരിയാസിൽ മാത്രം, എന്ന് വെച്ചാൽ മെയിനായിട്ട് ഹൈലൈറ്റ് പോയിൻറ്റ്സിൽ മാത്രം യൂസ് ചെയ്യുവേ. അപ്പോൾ കണ്ടോ ഇപ്പം തന്നെ നല്ലൊരു ഡിഫറെൻ്റ് ആ നോസിൻ്റെ മിഡിൽ പോർഷനിൽ നമുക്ക് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് വേണ്ട ഇടങ്ങളിൽ ഞാൻ ഇത് യൂസ് ചെയ്യും. നല്ല ഭംഗിയാണ് ഇത്. കുറച്ചുകൂടെ നമുക്ക് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കുറച്ചും കൂടെ നമ്മുടെ ഷൈനിങ് ആയിട്ട് ഫീൽ ചെയ്യും ഫേസ്. അതുപോലെ ഞാൻ ഐബ്രോയുടെ മുകളിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ് ഐബ്രോയുടെ മുകളിൽ കുറച്ച് തിളങ്ങി നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെയും കൂടെ ബാലൻസ് ഇരിക്കുന്ന കുറച്ച് അവിടെയും തേക്കുന്നുണ്ട്. അടുത്ത ഞാൻ ജസ്റ്റ് ഫേസിലൊന്ന് കോണ്ടൂർ ചെയ്യുവാണ്. കാരണം എൻ്റെ ഫേസ് കുറച്ച് ചബ്ബി ആയതുകൊണ്ട് തന്നെ ഫേസിൽ എനിക്ക് നല്ല അത്ര സ്ലിമ്മായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോണ്ടൂർ ചെയ്യുന്നത്. എൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ചബ്ബിയാണ്, ഫേസ് കുറച്ച് ചബ്ബിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലിം ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആണ് ഞാൻ കോണ്ടൂർ ചെയ്യുന്നത്. അത് ഞാൻ സ്പഞ്ച് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇനി മസ്കാരയാണ്. മസ്കാര ഞാൻ എപ്പോഴും എന്താ പറയുക, മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ പോലും നോർമലി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ മസ്കാര യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കാര യൂസ് ചെയ്യുന്നത്. അപ്പോൾ മസ്കാര ജസ്റ്റ് ഒരു 2 ടൈംസ് ഇപ്പം ഞാൻ 2 ടൈംസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ചില ടൈം നല്ല കുറച്ചും കൂടെ തിക്നെസ് വേണമെന്ന് തോന്നിയാൽ 3 ടൈംസൊക്കെ ഞാൻ മസ്കാര യൂസ് ചെയ്യുവേ. അടുത്തത് ഇനി ഒരു ലിപ്പ് ലൈനറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡർ ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ലിപ്പ് ലൈൻ ബ്രൗൺ കളറാണ് ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വന്ന് പിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്രൗൺ കൊണ്ടാണ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ട് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒരു ആഘോഷം ഇല്ലല്ലോ ഇല്ലേ. അപ്പം ലിപ്സ്റ്റിക്ക് ഞാനൊരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണിത്. അപ്പോൾ ഇതാണ് ഞാൻ നല്ലൊരു പിങ്ക് ഷെയ്ഡാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് യൂസ് ചെയ്യാം, ഒന്ന് മിഡ് പോർഷനിലായിട്ട് ഒരു ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടെ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ലിപ്പ് കുറച്ചും കൂടെ ഷൈൻ ആവുമെന്ന് വിചാരിച്ച് ഞാൻ അതും കൂടെ യൂസ് ചെയ്തു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നേ അതും കൂടെ യൂസ് ചെയ്തപ്പം. ഞാൻ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ മിക്സ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ഇനി നമുക്കൊന്ന് ബ്ലഷ് ഇട്ടാലോ. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. നമ്മൾ ഈ ഡസ്കി സ്കിൻ ടോണുകാർക്ക് നല്ലതായിട്ട് സൂട്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഡാബ് ചെയ്തിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായി പോവും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് കവിളിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ബനാന പൗഡറാണ്. ഈ ബനാന പൗഡറും ഞാൻ പറയുന്ന വേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് ഈ മേക്കപ്പ് ഒന്ന് സെറ്റാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബനാന പൗഡർ ഒരുപാട് ഞാൻ യൂസ് ചെയ്യില്ല. കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ, ജസ്റ്റ് ഈ മേക്കപ്പ് എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയേ. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയേക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പൊട്ടും കൂടെ തൊടാം. അപ്പം ഒരു ഗോപി പൊട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആ ഡ്രസ്സിന് സൂട്ടാകുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. സൂട്ടായില്ലെങ്കിൽ മാറ്റാവേ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ ഇനിയും ഒരു ഹെയർ സ്റ്റൈലും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫുൾ കഫ്താൻ, ഇതൊരു കഫ്താനാണ്, ഞാൻ ഈ കഫ്താൻ ഞങ്ങൾക്ക് കാണിച്ചു തരാവേ. ഈ കഫ്താൻ ഞാൻ ലാസ്റ്റ് ഇയർ ഓണത്തിന് ആക്ച്വലി വാങ്ങിച്ചതാണ്, ഓൺലൈൻ ത്രൂ വാങ്ങിച്ചത്. എനിക്കിപ്പോൾ ഓർമ്മയില്ല ഏത് ഷോപ്പാണെന്നുള്ളത്. നല്ല ഭംഗിയുള്ള കഫ്താനായിരുന്നു, റേറ്റും 1600 ആ റേഞ്ചിലേ ഉള്ളായിരുന്നു. ഹെയർ വന്നൊരു കൊണ്ട കെട്ടി എന്നിട്ടൊരു ബണ്ണും വെച്ചിട്ട് ഇനി ഒരു ഫ്ലവറും കൂടെ നമുക്ക് വെക്കാവേ. അപ്പോൾ ഞാൻ മുല്ലപ്പൂവും കൂടെ വെച്ച് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പൂവ് ഒറിജിനൽ അല്ല, പ്ലാസ്റ്റിക്കാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുക. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അടുത്ത നമുക്കൊരു ചന്ദനം കൂടെ തൊടാം. ഇനി കയ്യിൽ കുറച്ച് കുപ്പിവളയും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കുപ്പിവള ഇടുന്ന ഒരു പ്രത്യേക ഭംഗിയല്ലേ?
ഓക്കെ, അപ്പോൾ ഇനി ഒരു കമ്മലും മാലയും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വിക്ടോറിയയുടെ ഒരു കമ്മലും മാല എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ട്, റെഡ് സ്റ്റോൺ. അപ്പോൾ ഇതിന് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പിന്നെ ഈ ഫുൾ ലുക്ക് നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് എന്ന്. എൻ്റെ കഫ്താനും എൻ്റെ ഹെയർ സ്റ്റൈലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഓണത്തിന് ഈ സാരിയൊക്കെ ഉടുക്കാൻ മടിയുള്ളവർ ഇങ്ങനൊരു കഫ്താനൊക്കെ വാങ്ങിച്ച് ഈ ഒരു ലൈറ്റ് മേക്കപ്പ്, ഒരുപാട് വലിയ ഹെവി മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ, ബൈ ബൈ.